ഞങ്ങളിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ പാട്ടിൽ. നിന്നെ ഞാൻ ടൂറിന് പോകാൻ സമ്മതിക്കില്ല. എന്നെ വിട്ടില്ലല്ലോ, അപ്പൊ നിന്നെ എവിടെയാണ് സമ്മതിക്കില്ല. ആ പിന്നെ കാണാം. ആ ഇപ്പൊ കാണാം. കാണാം. അമ്മേ, ഞാൻ ടൂറിന് പേര് കൊടുത്തേ. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. അതിൻ്റെ ഇടയിലാ അവൻ്റെ ഒരു ടൂറ്. വാശി പിടിക്കാൻ നിൽക്കല്ലേ വിനു. ഇത്രയും വലിയ കാശ് കൊടുത്ത് നിന്നെ ടൂറിന് വിടാനൊന്നും കഴിയില്ല. കാശുള്ളവർ പോയിക്കോട്ടെ. ചേച്ചിയുടെ ഫീസ് കൊടുത്തിട്ടില്ല. 2 മാസത്തെ 4000 രൂപ. അതിനേക്കാട്ടും വലിയ തുകയാണ് നിന്റെ ടൂറിന് ചോദിക്കുന്നത്. 6000 രൂപയെ. 6000 രൂപയ്ക്ക് എന്ത് ടൂറാ? 6000 രൂപ. മാതാപിതാക്കളുടെ കീശയുടെ വലിപ്പം പറഞ്ഞിട്ട് വേണം മക്കൾ കാശ് ചോദിക്കാൻ. മറ്റു കുഞ്ഞുങ്ങൾ പോയിക്കോട്ടെ, എൻ്റെ കുഞ്ഞു പോണ്ട. പണമുള്ള കാലത്ത് നമുക്ക് പോവാം. വെറുതെ വാശി പിടിക്കാതെ അതിരുന്ന് കഴിച്ച മോൻ പോയിരുന്ന് പഠിക്കും. അവന് ടൂർ പോകാൻ കാശിന് പുറമെ പോക്കറ്റ് മണിയോടെ വേണ്ടേ? ഞാൻ വെച്ചിട്ട് ഫീസ് തന്നിട്ടില്ല, പിന്നെ അവന്റെ ഒരു ടൂറ്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോ അപ്പുറത്ത്. അല്ലല്ലോ എന്നെയല്ലല്ലോ, അവനല്ലേ ഇഷ്ടം. ചെയ്യരുത് കേട്ടല്ലോ. നിന്നോട് കൂടിയേ പറയുന്നേ കേട്ടോ. എന്നാൽ ഇനി 2 പേരും പിണക്കം മാറ്റിയിട്ട് വേണം ക്ലാസ്സിൽ പോവാൻ കേട്ടല്ലോ. 2 പേരും ഇനി വഴക്കുണ്ടാക്കരുത് കേട്ടോ. ക്ലാസ്സിൽ പോ. എന്തോ തിങ്കളാഴ്ച നമ്മുടെ സ്കൂളിൽ നിന്ന് സയൻസ് എക്സിബിഷൻ കാണാൻ തലശ്ശേരിക്ക് പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ നാളെ എൻ്റെ കയ്യിൽ പേര് തരണം കേട്ടോ. ടീച്ചറെ, അതെന്താ പരിപാടി? ശാസ്ത്രപരമായ ഓരോ വസ്തുക്കളും ഉൽപ്പന്നങ്ങളും കുട്ടികൾ ഉണ്ടാക്കുന്നു. അത് ജില്ലയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും നമ്മൾ പ്രദർശിപ്പിക്കുന്നു. മാനന്തവാടിയിൽ നിന്ന് തലശ്ശേരിക്ക് പോകുന്ന ബസ്സിലാണ് പോകുന്നത്. 7 മണിക്ക് പേരിയിൽ നിന്ന് പുറപ്പെടും. കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് എത്തണം കേട്ടോ. നാളെ എല്ലാവരും പേര് തരണം. പോകാൻ വരുമ്പോൾ പേര് തന്നവർ പൈസയും കൊണ്ടുവരണം. അമ്മ, ഇന്ന് നല്ല ഉഷാറിലാണല്ലോ.
അമ്മേ, ഞങ്ങൾ സ്കൂളിൽ നിന്നൊരു ടൂർ പോകുന്നുണ്ട്. എന്നെ വിടുവോ? എല്ലാരും പോണുണ്ടമ്മേ. പോണേ നാളെ പേര് കൊടുക്കണം. എത്ര രൂപയാ പോകുന്നതിന്? 50 രൂപ. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ ചെലവ് കഴിയാം. ആ ലക്ഷ്മി, ഇതെന്താ ഇവന്റെ തലയ്ക്ക്? ഇതെന്നെ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നേ? കല്ല് കൊണ്ടുവന്നാന്ന് പറയുന്നുണ്ട്. കുറെ മുറിഞ്ഞോടാ? വേദനയുണ്ടോ? ഇതാ ഇതകത്തേക്ക് വെച്ചേ. ഇന്നെന്താ അവൻ നേരത്തെ ഉറങ്ങുന്നേ? ആകെ സങ്കടത്തിലാണല്ലോ. പള്ളിക്കൂടത്തിൽ നിന്ന് തിങ്കളാഴ്ച ടൂറോ എക്സിബിഷനോ എന്തോ പോകുന്ന കാര്യം പറഞ്ഞു. എന്നോട് വെച്ച് വിടാവോന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അന്നേരം തുടങ്ങി ഇങ്ങനെ. ആശുപത്രി പോകാൻ വെച്ച പൈസ ഇരിപ്പില്ലേ, അതെടുത്ത് കൊടുക്കും. അവന്റെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ എന്തായാലും ഒന്ന് കിടക്കട്ടെ. എടാ എണീക്കടാ. അച്ഛൻ സമ്മതിച്ചു. നീ പൈസ കൊടുത്തോ? പൈസ ഇപ്പൊ അല്ലല്ലോ കൊടുക്കണ്ടേ, പോകുമ്പോ അല്ലേ കൊടുക്കണ്ടേ. നീ ബസ്സിൽ കയറിയിട്ടുണ്ടോ? ആ, കോഴിക്കോട് മാവന്റെ വീട്ടിൽ പോയി പോയപ്പോ. നല്ല രസമായിരിക്കും അല്ലേ? ആ, മരങ്ങളെല്ലാം ഓടുന്ന പോലെ ഉണ്ടാവും. എടാ, ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോ ചാണകത്ത് ചവിട്ടി. സാറിന്റെ അടി ഉറപ്പാ. സാരമില്ലടാ, മാരിപ്പുല്ല് കിട്ടിയ മതി, അടി കിട്ടൂല. നാളെ വീട്ടിൽ നിന്ന് പേര് വരെ നടക്കണല്ലേ? നാളെ സ്കൂളിലേക്ക് തന്നെ കുറെ നടക്കണം. പിന്നെ പേര് വരെ എത്തണമെങ്കിൽ എത്ര നടന്നാലാ? അതിന് പുഴരമ്പത്തൂടെ പോയാ മതി എന്നാ ടീച്ചർ പറഞ്ഞത്. നല്ല രസമായിരിക്കും. പറഞ്ഞു പോവാന്നാ എന്റെ പേടി. അമ്മ, ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇതൊന്ന് അഴിച്ചു തരുമോ? ഉണങ്ങിയിട്ടുണ്ടാവുമോ? അമ്മ നോക്കട്ടെ. ആ, ഉണങ്ങിയിട്ടുണ്ടടാ.
പോയി കിടന്ന് ഉറങ്ങടാ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, നീ എഴുന്നേൽക്കുന്നില്ലേ? നിനക്ക് പോകണ്ടേ? അയ്യോ, സമയം 5:30 ഇനി സാരമില്ല, വേഗം എഴുന്നേറ്റ് റെഡിയാവ്. അമ്മേ എടാ പോവാണേ. പൈസ. ആഹാ, മക്കളെ സ്റ്റെപ്പിൽ നോക്കി കയറി വീഴല്ലേ. എന്താ ഇത്ര ലേറ്റ് ആയത്? എടീ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എടാ, അച്ഛൻ നോക്കട്ടെ കേട്ടോ.
കുറച്ച് പൈസ വേണമായിരുന്നു. നേരത്തെ തരാൻ ഒരുപാട് ബാക്കിയുണ്ടല്ലോ. ഇനിയും തന്നാൽ അടുത്ത വിത്ത് ഇറക്കാൻ പണം ഉണ്ടാവില്ല കേട്ടോ. അത്യാവശ്യമാണ്, അതുകൊണ്ടാ. അടുത്ത മാസം കൊലകുത്തുമ്പം അതും ചേർത്തെടുത്തു. ഇതുകൂടി ഞാൻ തരാം. ഇനി എന്നോട് ചോദിക്കരുത്. തരണേന് ഒരു പരിധി ഉണ്ടല്ലോ. ബിന്ദു, ഓ ഇനിയും കടം മേടിച്ചു കൂട്ടാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എടാ സുര, എന്റെ കാശെട്. ഇല്ല എന്ന് പറയണ്ട, ഞാൻ കണ്ടു നീ കാശുമായി വരുന്നത്. ഇന്ന് തന്നില്ല എങ്കിൽ കൈ കിട്ടുന്നെടുത്തോണ്ട് ഞാൻ പോകും. അതങ്ങ് കൊടുത്തേക്ക് ചേട്ടാ. മോനെ ഒന്ന് പറടാ. അത് നിൽക്കാനോട് പറഞ്ഞില്ലേ? ഇത് പോരാലോ, ബാക്കി എപ്പം തരും? ഇനിയൊരു വരവ് കൂടി എന്നെ വെത്താൻ പാടില്ല കേട്ടോ. അവന് വിഷമമായിട്ടുണ്ടാവൂല്ലേ? ടൂർ പോകാൻ കഴിയാത്തതിൽ മനംതൊന്ത് 6ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. അയ്യോ, കഷ്ടമായി പോയല്ലോ. അത് ഒരു ബിസ്ക്കറ്റ്. എഴുതിക്കോ. ടൂർ പോകാൻ കഴിയാത്തതിൽ മനംതൊന്ത് 6ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. സുരേ, സുരേ ഒന്ന് ഇറങ്ങി വേടാ. എന്തേ? ഒന്ന് ഇറങ്ങി വേടാ. തോട്ടത്തിൽ ആന ഇറങ്ങി. എന്ത്? തോട്ടത്തിൽ ആന ഇറങ്ങി. ഞാൻ പോവാ. ആനയോ? എന്റെ ദൈവം. മണ്ണിന്റെ മകനാണ് മണ്ണിൽ പിറന്നവൻ, മണ്ണോടു ചേർന്നു മൺ സ്വപ്നങ്ങൾ നെയ്തവൻ, മണ്ണിൽ വിയർപ്പും കിതപ്പും വിതച്ചവൻ, മണ്ണിനെ പൊന്നായി ദുഃഖിയെടുത്തവൻ. പൊന്നല്ല അന്നമാണീ മണ്ണ് തന്നതെന്നോർത്തു കൊണ്ടായുസ് മണ്ണിനായി നൽകിയോ.
പൊന്നല്ല അന്നമാണീ മണ്ണ് തന്നതെന്നോർത്തുകൊണ്ടായുസ് മണ്ണിനായി നൽകിയോ. മണ്ണിൻ മിടിപ്പും തുടിപ്പും തിരിഞ്ഞവൻ മണ്ണിതിൽ ജീവിതം നട്ടു നനച്ചവൻ. മണ്ണിന്റെ നിശ്വാസമുള്ളിൽ നിറച്ചു കൊണ്ടടരാടി മണ്ണിനായി മൃത്യു വരിച്ചവൻ. മണ്ണിൽ ലയിച്ചുവൻ പുഷ്പമായി നാളെ മണ്ണിതിൽ തന്നെ വിടരാൻ കൊതിച്ചവൻ.